സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതേസമയം അടുത്ത 5 ദിവസവും കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, കഴിഞ്ഞ ദിവസം ഇടിവെട്ടിയുള്ള മഴയായിരുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമല്ലേ? കീർത്തന, അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. ഇത് 5 ദിവസം കൂടി തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് 9 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വെറും മഴയല്ല, നല്ല ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലും കാറ്റിനും ഉള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരും ദിവസങ്ങളിൽ മഴ കൂടും എന്നുള്ളത് മാത്രമല്ല, വേനലിന് ഒരു ആശ്വാസമാകും എന്നുള്ളതാണ്. താപനിലയടക്കം പല ജില്ലകളിലും കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തിയായി ലഭിക്കുന്നതും ഏറെ ആശ്വാസകരമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, വരുന്ന 3 മണിക്കൂർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. തലസ്ഥാനത്തും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പുലർച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. ഉച്ചയ്ക്ക് ശേഷവും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ താപനില ഉയർന്നു നിന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ താപനില താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. നിലവിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ നിൽക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. 5 ദിവസം കൂടി മഴ തുടരും. ഏതാണ്ട് 16-ാം തീയതിയോടുകൂടി മഴ വീണ്ടും ശക്തമാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഷിഹാസ്, വിശദാംശങ്ങളാണ് അശ്വിൻ ഡിയാഗോ നൽകിയത്.